1/x+2 സമം 3 ആയാൽ 1/x+3ൻ്റെ വില കാണുക. നമുക്ക് 1/x+2ൻ്റെ വില തന്നിട്ടുണ്ട് 3. 1/x+2 സമം 3. 1/x+2 സമം 3നെ നമുക്ക് വേണമെങ്കിൽ 3/1 എന്ന് എഴുതാം. 3/1 3 തന്നെയാണ്. ഇതൊരു സമവാക്യമാണ്. സമവാക്യത്തിൻ്റെ ഇരുവശത്തും ഒരു വശത്ത് എന്ത് ചെയ്തു അത് മറുവശത്തും ചെയ്താൽ മതി. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക, വ്യുൽക്രമം. അപ്പോൾ എന്ത് വരും? x+2/1 അംശവും ഛേദവും തിരിച്ചിട്ടു. അതുപോലെ വലതുവശം ചെയ്യണം. അപ്പോൾ എന്താവും? 1/3. x+2/1 എന്താണ്? x+2. x+2/1 x+2 സമം 1/3. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് നമ്മൾ 1 കൂട്ടുക, അപ്പോൾ വലതുവശത്തും 1 കൂട്ടണം. കാരണം നമ്മൾ കാണേണ്ടത് x+3 ആണ്. അപ്പോൾ ഈ ഭാഗത്ത് 3 വരണമെങ്കിൽ ഇവിടെ 1 കൂട്ടുക. ഇവിടെ 1 കൂട്ടുമ്പോൾ ഇവിടെ 1 കൂട്ടണം. അപ്പോൾ x+2 കൂട്ടണം 1 സമം 1/3 കൂട്ടണം 1. x+2 1 കൂട്ടുമ്പോൾ 3 സമം ഇതെങ്ങനെ കൂട്ടുക? 1/3 1 കൂട്ടിയ 1 1/3. 1/3 1 കൂട്ടിയ 1 1/3. x+3 സമം ഇത് മിക്സർ ഫ്രാക്ഷൻ മാറ്റുക. എങ്ങനെയാണ്? 1 3 3 1 4/3. എങ്ങനെയാണ് മാറ്റിയത്? 1 3 3 ഗുണിച്ച് 1 കൂട്ടി 4/3. x+3ൻ്റെ വില കിട്ടി 4/3. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? 1/x+3ൻ്റെ വില കാണണം. വില കൊടുക്കുക 1/x+3ൻ്റെ വില എത്ര നമുക്ക് കിട്ടിയത്? 4/3. ഇതെങ്ങനെ ചെയ്യുക? അംശം അതുപോലെ ഇടുക, ഇൻറ്റു ഇട്ടിട്ട് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ ഇടുക. 3/4. 1 കൊണ്ട് 3/4നെ ഗുണിച്ച ഉത്തരം 3/4. ഒരു സംഖ്യയിൽ നിന്ന് 15 കുറച്ചാൽ അതിൻ്റെ 80% കിട്ടും. സംഖ്യയുടെ 60% എത്ര? ഒരു സംഖ്യ നമുക്കറിയില്ല, എക്സ് എന്ന് കരുതുക. ഒരു സംഖ്യ അറിയില്ല, സംഖ്യ എക്സ്. സംഖ്യയിൽ നിന്ന് 15 കുറയ്ക്കണം. അപ്പോൾ എക്സ് കുറയ്ക്കണം 15. 15 കുറച്ചാൽ എന്താ കിട്ടുക? ആ സംഖ്യയുടെ 80% കിട്ടും. സംഖ്യ എത്ര? 80 എക്സ് അല്ലേ? അതിൻ്റെ 80%. അപ്പോൾ സമം ഇട്ട് x × 80/100. x-15 സമം x × നമുക്കിതിനെ 20 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 4/5 എന്ന് വരും. x-15 സമം ഇത് ഗുണിക്കുമ്പോൾ 4x/5. എക്സ് എല്ലാം ഒരു ഭാഗത്ത്, ഇവിടെ എക്സ് ഉണ്ട്. ഈ പോസിറ്റീവ് 4x/5 ഇങ്ങോട്ട് വന്നു. -4x/5 സമം മറുഭാഗത്തിന് ഒന്നുമില്ല, എക്സ് ഇവിടെ എഴുതി, ഇത് ഇങ്ങോട്ട് കൊടുന്നു. -4x/5 സമം -15 അങ്ങോട്ട് എടുക്കുക, +15. ഇതെങ്ങനെ കുറയ്ക്കുക? ഇത് കുറയ്ക്കാൻ എക്സ് കൊണ്ട് 5നെ ഗുണിക്കുക. എന്ത് വരും? 5x. ഇത് അങ്ങനെ എഴുതുക, -4x /5 എന്ന് എഴുതുക. 5 കൊണ്ട് എക്സിനെ ഗുണിച്ചു, 5x കുറയ്ക്കണം, അതുപോലെ ഇട്ടു. 4x അതുപോലെ ഇട്ടു, ബൈ ഇട്ടിട്ട് 5 ഇട്ടു, സമം 15. 5x 4x കുറച്ച എത്ര? 1x. 5x 4x കുറച്ച 1x സമം ബൈ 5 അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇൻറ്റു 5 ആവും. 15 5 75. നമുക്ക് എന്ത് കിട്ടി? എക്സ്. അതായത് നമ്മൾ സംഖ്യ എക്സ് എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ സംഖ്യ കിട്ടി 75. പക്ഷെ എന്താ കാണേണ്ടത്? സംഖ്യയുടെ 60% കാണണം. അപ്പോൾ ഇതിൻ്റെ 60% കാണണം. എങ്ങനെയാണ്? 75 × 60/100. നമുക്കൊരു 0 വെട്ടിക്കളയാം. ബാക്കി നമുക്ക് 6 10 3 2 6 I 2 10. ഈ 5ഉം 75ഉം 15 5 75. 15 × 3 ഉത്തരം 45. 1 4 9 16 etc. 10000. ഇതിൽ എത്ര പദങ്ങളുണ്ട്? നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. 1 4 9 16 etc. 10000. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണണം. ഈ 1 എന്ന് പറയുന്നത് 1 സ്ക്വയറാണ്. 4 എന്ന് പറയുന്നത് 2 സ്ക്വയറാണ്. 9 എന്ന് പറയുന്നത് 3 സ്ക്വയറാണ്. 16 പറയുന്നത് 4 സ്ക്വയറാണ്, എറ്റ്സെട്ര. അങ്ങനെ 10000 എത്രയാണ്? 100 സ്ക്വയറാണ്. 100 × 100 ആണ് 10000. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. ഇതിലിപ്പോൾ നമുക്ക് ഇത് 2 എണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉള്ളത് അല്ലേ? ഇത് എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇത് എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ ഇതിൽ എത്ര എണ്ണം ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ടാവും? ഉത്തരം 100 എണ്ണം ഉണ്ട്.